എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ വേദമണിമുത്ത് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു. ചെയ്യാത്തതിൻ്റെ കാര്യം ഞാൻ ഇച്ചിരി തിരക്കായിപ്പോയി. ഇന്ന് ഞാൻ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത് വലിയൊരു കാര്യവുമായിട്ടാണ്. വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോയാണ് ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, സംസാരിക്കാനുണ്ട്, നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. എങ്കിലും ഇതൊരു വലിയ കാര്യമാണ്. വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കലിയുഗത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ കൂടി. അപ്പം ഈ പ്രശ്നങ്ങളിൽ നിന്നും നമുക്കൊരു മോചനം വേണമെങ്കിൽ നമ്മൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മളിപ്പം ഒരു ജ്യോത്സ്യനെ കാണാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം നോട്ടക്കാരനെ കാണാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെയെങ്കിലും കണ്ട് നമ്മൾ നമ്മുടെ പ്രശ്നം നോക്കാൻ വേണ്ടി പോകുമ്പം എല്ലാവരും പറയാറുണ്ട് കുലദേവതയെ പറ്റി. നിങ്ങൾക്ക് കുലദേവതയുടെ ദോഷമുണ്ട്, നിങ്ങൾക്ക് കുടുംബദേവതയുടെ ദോഷമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുമുണ്ടാകാം. നിങ്ങൾ 90% ആളുകളും ഇത് കേട്ടിട്ടുണ്ടാകാം. അപ്പം എന്താണ് കുലദേവത അല്ലെങ്കിൽ എന്താണ് കുടുംബദേവത? ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ, ചർച്ച ചെയ്യണമെങ്കിൽ ഒരുപാട് കാലം നമ്മൾ പുറകോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാലം. അപ്പം നമ്മൾ ഈ പുറകോട്ട് പോവുക എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യരാശി ഇവിടെ ഉടലെടുത്തിട്ട് നമുക്ക് ഒരുപാട് വർഷങ്ങളായി. അപ്പം അന്നത്തെ കാലത്ത് നമ്മുടെ പൂർവികർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികർ ശരിക്കും ഒരു സ്ഥിരതാമസക്കാരല്ലായിരുന്നു. അവർ പണ്ടത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അപ്പം അതിനകത്ത് ഉള്ളൊരു തന്നെ മനുഷ്യൻ കഴിക്കേണ്ട ആഹാരമെന്നോ കായ്കനികളാണ്. അപ്പം കായ്കനികൾ കഴിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർ ഇന്ന് അവർ കൂട്ടം കൂട്ടമായിട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കായ്കനികൾ കിട്ടാതെ വരുമ്പോൾ, കായ്കനികൾ ഇവർക്ക് എവിടെയെങ്കിലും ചെന്നു ഒരു ദിവസം 2 ദിവസമൊക്കെ തങ്ങി അടുത്തുള്ള പ്രദേശങ്ങൾ, അന്ന് മുഴുവൻ വനമായിരുന്നു. അപ്പോൾ ആ വനപ്രദേശങ്ങളിൽ നമ്മുടെ ആളുകൾ ഈ കായ്കനികൾ കിട്ടാൻ വേണ്ടി അവിടെ എല്ലാം പോയി തിരക്കി നടന്ന് കായ്കനികൾ കിട്ടുന്നതൊക്കെ ഭക്ഷിച്ച് അവിടുത്തെ കായ്കനികൾ തീർമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഇവർ യാത്രയാകും. അങ്ങനെ സ്ഥിരമായിട്ടൊരു താമസം അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് വസിക്കുന്ന ഒരു സ്വഭാവമില്ലായിരുന്നു. നമുക്ക് വീടുകളും ഇല്ലായിരുന്നു. നമ്മൾ ഇതുപോലുള്ള ഗുഹകളിലും ഇതുപോലുള്ള ചെറിയ ചെറിയ മരപ്പൊത്തുകളിലും അതുപോലുള്ള കല്ലിൻ്റെ ഇടുക്കുകളിലുമൊക്കെയാണ് നമ്മൾ ആദ്യം കാലത്ത് വസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ കാലങ്ങളിൽ വസിച്ചുകൊണ്ടിരുന്ന സമയത്ത് വസിച്ചുകൊണ്ടിരുന്ന സ്ഥിരതാമസവുമല്ല. അവിടെ ആ അടുത്ത ഏരിയയിലുള്ള കായ്ഫലങ്ങളൊക്കെ തീരുന്നത് വരെ അവിടെയൊക്കെ ആ ഏരിയയിലൊക്കെ കാണും. അത് കഴിയുമ്പോൾ അവർ അടുത്ത സ്ഥലത്തിലേക്ക് പലായനം ചെയ്യും. അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് അന്ന് നമ്മുടെ ആളുകൾ, അതായത് നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പുറകോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ വനമായിരുന്നു, ഇത് മൊത്തം വനമായിരുന്നു. ആ വനപ്രദേശത്ത് മനുഷ്യരാശി ഉടലെടുത്തിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൃഗങ്ങളുമായിട്ട് നമ്മൾ പോരടിച്ചാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം അന്നത്തെ കാലത്ത് നമ്മൾ മൃഗങ്ങളെ ആട്ടി ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ അവർ പിടിച്ച് ഭക്ഷിക്കുമായിരുന്നു. അങ്ങനെയുള്ള കാലത്ത് മൃഗങ്ങളെ പേടിപ്പിച്ച് ഉൾവനങ്ങളിലേക്ക് ഓടിച്ചു വിട്ടിട്ടാണ് നമ്മുടെ പൂർവികർ ഇവിടെ ജീവിച്ചു കൊണ്ടിരുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ മൃഗങ്ങളെ കഴിഞ്ഞും
ഒരു എന്താ പറയുക ഭീകരമായ ഒരു ഇരുകാലി മൃഗങ്ങളായിരുന്നു നമ്മൾ, ഇരുകാലി ജീവികളായിരുന്നു നമ്മൾ, അങ്ങനെ വേണം പറയാൻ. കാരണം അന്നത്തെ കാലത്ത് ഈ മുടി വെട്ടുന്നതോ ഷേവ് ചെയ്യുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും, എണ്ണ വെക്കുക അല്ലെങ്കിൽ ചീകി മിനുക്കുക ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതെല്ലാം ജട പിടിച്ച് ആകപ്പാടെ ഇങ്ങനെ, അതായത് സിംഹത്തിന്റെ സട കണ്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തുള്ള രോമങ്ങൾ മുഴുവൻ ഒരു എന്താ പറയുക, ഒരു ചകിരിനാര് പോലെ അല്ലെങ്കിൽ കമ്പി പോലെയൊക്കെ ഇങ്ങനെ. അന്നത്തെ കാലത്ത് ഈ കുളിക്കുന്ന സ്വഭാവമോ അങ്ങനെയുള്ള പല്ല് തേക്കുന്ന സ്വഭാവമോ ഒന്നുമില്ല. അപ്പം നമ്മുടെ ഈ സട എന്ന് പറയുന്നത് നമ്മുടെ ഈ താടിയും മുടിയും എല്ലാം വളർന്ന് നമ്മളൊരു ഈ സിംഹത്തെ കഴിഞ്ഞ് വലിയൊരു ഭീകര രൂപികളായിരുന്നു നമ്മുടെ പൂർവികരെന്ന് പറയുന്നത്. അപ്പം ആ രൂപം കണ്ടാൽ തന്നെ സിംഹം അല്ല ആനയല്ല എല്ലാ സാധനവും പേടിച്ചോടും. അത് കൂടാതെ ഒച്ച വെച്ചും നമ്മൾ കല്ലെറിഞ്ഞും അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിയുമൊക്കെയാണ് നമ്മളിവരെ ഉൾവനങ്ങളിലേക്ക് വിട്ടുകൊണ്ടിരുന്നത്. അവരെ പേടിപ്പിച്ച് ഓടിച്ച് വിട്ടിട്ട് നമ്മൾ വസിക്കുമായിരുന്നു. പക്ഷേ ഈ സമയത്തും നമ്മളെ അവർ വേട്ടയാടുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ അപ്പനമ്മമാർ, നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഇവരും വേട്ടയാടി പിടിച്ചുകൊണ്ട് പോയി ഭക്ഷിക്കുമായിരുന്നു. ഇത് കൂടാതെയും പല അപകടങ്ങളിൽപ്പെട്ടൊക്കെ മരണപ്പെട്ടു പോകുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഈ സ്ഥിരതാമസമില്ലാത്ത കാലത്ത് ഇവരിങ്ങനെ യാത്ര ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നതിനിടയ്ക്ക് മരിച്ചു പോകുന്നവരാരായാലും അവരെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാന്നുള്ളൂ. അല്ലാതെ അവരെ എടുത്തുകൊണ്ട് പോകുന്നതോ അല്ലെങ്കിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്ന സ്വഭാവമോ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും അന്ന് നമ്മുടെ ഇടയിലില്ലായിരുന്നു. ആര് മരിക്കുന്നിടത്ത് ഉപേക്ഷിച്ച് പോകുക എന്നുള്ളതേ ഉള്ളൂ. കാരണം അന്ന് ബന്ധങ്ങൾക്ക് വിലയൊന്നും വലിയ കൂടുതൽ കൽപ്പിക്കുന്നില്ല എന്ന് തന്നെയല്ല, ഈ ബാക്കി ജീവിച്ചിരിക്കുന്നവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ എല്ലാവരുടെയും ഇത്. അപ്പം അങ്ങനെ അന്നത്തെ കാലത്ത് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കിട്ടാതെ, അതായത് കായ്കനികൾ കിട്ടാതെ ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീടാണ് നമ്മൾ കൃഷിയെ പറ്റി ആലോചിക്കുന്നത്. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ കായ്കനികൾ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളിലേക്ക് മാറി. കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ ധാന്യങ്ങളിലേക്ക് മാറി. അങ്ങനെ പല 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 ആഹാരങ്ങൾ നമ്മൾ മാറി മാറി ഉപയോഗിച്ചാണ് നമ്മുടെ ഈ ജനറേഷന് തന്നെ ഒരു ചേഞ്ച് വന്നത് ഇപ്പോഴത്തെ കാലത്ത്. പണ്ടത്തെ കാലം തന്നെ പറയാം. കാരണം അപ്പോൾ ഇങ്ങനെ ആ കാലത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ താമസം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആണ് പിന്നീട് മരണപ്പെട്ടു പോകുന്നവർ, അതായത് ഈ സ്ഥിരമായിട്ട് താമസിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് മരണപ്പെട്ടു പോകുന്നവർ. അന്ന് ഈ ഓടി നടന്ന കാലത്ത്, അതായത് സ്ഥിരതാമസം ഇല്ലാതിരുന്ന കാലത്ത് ഈ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉപേക്ഷിച്ചിട്ട് അവരടുത്ത സ്ഥലം നോക്കി പോകത്തുള്ളൂ. പക്ഷേ സ്ഥിരമായിട്ടൊരു താമസം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾക്ക് ഇങ്ങനെയുള്ള ആളുകൾ പ്രായം ചെന്നോ അല്ലാതെയോ അപകടപ്പെട്ടോ അല്ലെങ്കിൽ ഈ വേട്ടയാടുമ്പോൾ അപകടപ്പെട്ടോ അങ്ങനെയൊക്കെ മരണപ്പെടുന്ന ഈ ശവശരീരങ്ങൾ പിന്നീട് അവിടെ കിടന്ന് ജീർണിച്ച് ചീഞ്ഞ് നാറാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മൾ ഈ ശവശരീരങ്ങൾ മറവ് ചെയ്യാൻ തുടങ്ങിയത്. മറവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിച്ചിടാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെയുള്ള ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് താമസം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടെ സംഭവിച്ചത് എന്താണെന്ന് പിന്നീട് സംഭവിച്ചതിനെ ത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഈ കുലദേവത അല്ലെങ്കിൽ കുടുംബദേവത എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായത്. ഇതിന് പരദേവത എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പരദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരൻ എന്ന് പറഞ്ഞാൽ ദൈവം, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ്, അതല്ലെങ്കിൽ ഈ പ്രപഞ്ചശക്തി, അതാണ് പരദേവത എന്ന് പറയുന്നത്. പരദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചശക്തിയുടെ ഒരു പവറിനെയാണ് പരദേവത എന്ന് പറയുന്നത്. ശരി, പരദേവതയല്ല, നമ്മുടെ കുലദേവത. കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം, അത്രയേ ഉള്ളൂ. കുലദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ കുലം മുടിയുക എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ നമ്മുടെ കുലദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം മുടിയുക എന്നുള്ളതാണ്. അപ്പം ഈ കുലദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യത്തിലുണ്ടായിരുന്ന ദേവത. അങ്ങനെ ഒരു ദേവത ഉണ്ടാകാനുള്ള കാരണമാണ് ഞാനിപ്പോൾ പറയുന്നത്. വരും വീഡിയോകളിൽ നമുക്ക് കൗകളെ പറ്റിയും മനുഷ്യനെ പറ്റിയും കുലദേവതയെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയും നമുക്ക് വീണ്ടും കാണാം, ചർച്ച ചെയ്യാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.